ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഡിന്നർ റോൾസ് ആണ്. വളരെ എളുപ്പത്തിൽ നല്ല പഞ്ഞി പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബൺ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂട് പാടില്ല, ഇളം ചൂടുള്ള ഒരു വാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് തണുപ്പുള്ള മുട്ട ചേർക്കരുത്. കുറച്ച് ഉപ്പ്, വളരെ കുറച്ച്, ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ആയിരിക്കണം റൂം ടെമ്പറേച്ചറിലുള്ളത്. നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തണുപ്പോടുകൂടി ഈ ഒരു ഇതിലേക്ക് ബട്ടർ ചേർക്കരുത്. ബട്ടർ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് മെൽറ്റ് ആയിട്ട് ഉണ്ടാവില്ല, അതുപോലെ ചൂടാക്കി മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങ് മെൽറ്റ് ചെയ്താൽ മതി. റൂം ടെമ്പറേച്ചറിലായിരുന്നാൽ മാത്രം മതിയാവും. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ബണ്ണുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് പൊങ്ങാൻ വെക്കുന്നത് പോലെ ഈ ഒരു റെസിപ്പിയിൽ വെക്കുന്നില്ല. കൂടെ തന്നെ നമ്മൾ പൊടിയും കൂടി ഇട്ട് കുഴച്ചിട്ടാണ് വെക്കുന്നത്. കുഴച്ചിട്ട് മാത്രമല്ല, അത് നമ്മൾ ബണ്ണിൻ്റെ അതേ ഷേപ്പിലാക്കിയിട്ടാണ് ഈ ഒരു റെസിപ്പിയിൽ വെക്കുന്നത്. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തേക്കും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ആ ബട്ടറും എല്ലാം ഒന്ന് മിക്സാക്കി കിട്ടിയിട്ടുണ്ടാവും. ബാക്കി പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ 1/2 കപ്പ് പാല് മാത്രം മതിയാവും ഈ ഒരു റെസിപ്പിയിലേക്ക്. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു 1/2 കപ്പ് പാലും ആ ഒരു മുട്ടയും തന്നെ ഉണ്ടാവും. നമ്മൾ ഈ ഒരു 2 കപ്പ് പൊടി കുഴച്ചെടുക്കുമ്പോഴേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഈ ഒരു അളവിലെടുത്താൽ നല്ല പഞ്ഞി പോലത്തെ ബ്രെഡാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നല്ലോണം മിക്സായി വരുന്ന സമയത്ത് നമ്മൾക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അതും ടേബിൾ ടോപ്പിലേക്ക് ഇട്ടിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. 5 മിനിറ്റ് നേരം ഇത് കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ബൗളിൽ ഒട്ടും തന്നെ പൊടിയില്ലാതെ തന്നെ കിട്ടും. ഇതിലേക്ക് തീരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുത്താൽ ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാവ് കിട്ടും. ഇനി നമ്മൾ ടേബിൾ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം ടേബിൾ ടോപ്പിലിട്ട് കുഴച്ച് കഴിയുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായി വരും. അതുപോലെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ പൊട്ടിപ്പോവാൻ പാടില്ല. പൊട്ടിപ്പോവാതെ തന്നെ ഇരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മളെ മാവ് നല്ല സോഫ്റ്റാണ്. ചൂടുവെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി അത് സോഫ്റ്റ് ആവും. ഇതിന് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. പക്ഷേ കൂടുതൽ വെള്ളമോ പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ടേബിൾ ടോപ്പിൽ ഇട്ട് തന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താൽ ആ ഒട്ടലെല്ലാം മാറി കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് കിട്ടും. കുറച്ച് നേരം ഇതുപോലെ തന്നെ ഒന്നങ്ങ് കുഴച്ചെടുത്താൽ മതിയാവും. ഡിന്നർ റോൾസ് റെഡിയാക്കാനുള്ള ട്രേ ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കുക. ബട്ടറാണ് ഞാൻ ഗ്രീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഗ്രീസ് ചെയ്യണമെങ്കിലും ഗ്രീസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുക്കുക. അതിനുശേഷം ഉള്ളിലേക്ക് ബണ്ണ് റെഡിയാക്കുമ്പോൾ നമ്മൾ കുഴക്കുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇതുപോലെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ഒരു ബണ്ണിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡോ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കറക്റ്റായിട്ട് ഒരു ബൺ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. വളരെ ചെറുതെടുത്താൽ മതി, കാരണം ഇത് പൊന്തി വരുമ്പോൾ കുറച്ച് വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറുതെടുത്താൽ മതിയാവും.
ഈ ഒരു അളവിൽ ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ 9 എണ്ണമാണ് വെച്ചിട്ടുള്ളത്, ഒരെണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് മൂടി വയ്ക്കുക. 1 മണിക്കൂർ മുതൽ 2-2.5 മണിക്കൂറൊക്കെ വരെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബണ്ണ് നല്ലോണം പൊന്തി വരും. 1 മണിക്കൂർ മിനിമം മതിയാവും കേട്ടോ. 1 മണിക്കൂറിൽ തന്നെ നല്ലോണം പൊന്തി വരും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടി ഒരു മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതാണ് നമ്മൾ ഇതിന് മുകളിലേക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ഓവനിലാണ് ഇത് റെഡിയാക്കുന്നത്. ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം ഇത് ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ. അതിന് മുന്നേ ഇത് ഗ്രീസ് ചെയ്ത് കൊടുക്കണ്ട. ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് കുക്ക് ചെയ്താൽ ഈ ഒരു ബണ്ണ് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരും. ഓരോരുത്തരുടെ ഓവനിൽ കുറച്ച് വ്യത്യാസം വരാം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രമാണ് വ്യത്യാസം വരാം കേട്ടോ. ഒരുപാട് വ്യത്യാസം വരില്ല. ഞാനപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം 20 മിനിറ്റാണ് വെച്ചത്. അപ്പോഴേക്കും എൻ്റെ ബണ്ണിൻ്റെ മുകൾ ഭാഗം കുറച്ചങ്ങ് കളറ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15 മിനിറ്റിൽ വേറൊരു ദിവസം ട്രൈ ചെയ്തപ്പോൾ അത് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ ബണ്ണ് കറക്റ്റായി വെന്തും കിട്ടും. കറക്റ്റ് കളറിൽ നല്ല ടെക്സ്ചറിൽ അത് കിട്ടുകയും ചെയ്യും. നല്ല പഞ്ഞി പോലത്തെ ഒരു ബണ്ണാണിത്. നല്ല സോഫ്റ്റും ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റും ആണ്. കറി കൂട്ടി കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. അപ്പോൾ ക്രിസ്മസിനൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ബണ്ണ് റെഡിയാക്കുന്നത് പോലെ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ബണ്ണ് ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാം. കാരണം അതൊന്ന് ചെയ്യാനുള്ളത് ഒരു 1 മണിക്കൂറും ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. ചൂട് കുറച്ച് ആറിയതിന് ശേഷം മാത്രം ഇതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, ബാക്ക് സൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ അങ്ങ് കീറിക്കളയാൻ പറ്റും. ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ആ ഒരു മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് കുറച്ച് കൂടുതലായിരുന്നു. അതുപോലെ ഒരു 5 മിനിറ്റ് കൂടുതൽ ബേക്ക് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ഒരു മുകളിൽ മാത്രം കളർ വന്നത്. പക്ഷേ സൈഡ്സ് എല്ലാം കറക്റ്റായിട്ട് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ ഉൾഭാഗം എല്ലാം നല്ല കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും കുറച്ചൊന്ന് നേരം കുറച്ചിട്ട് ബേക്ക് ചെയ്താൽ മതി. 15 മിനിറ്റ് ആവശ്യമുള്ളൂ. കറക്റ്റായിട്ട് ബേക്കായി വരും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. അതുപോലെ മുകളിൽ ഇത്ര കളർ വന്നെന്ന് വെച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. കാണാനൊരു ഭംഗിക്കുറവ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഉൾഭാഗമൊക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിന്നർ റോൾസ് ആണ്. ഓവനില്ലാതെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഓവനില്ലാതെ ചെയ്യുമ്പോഴേക്കും നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് ചെയ്തെടുക്കാം. കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നർ റോൾസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.